എന്തിനും ഏതിനും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ മഞ്ഞളിന് ഒഴിവാക്കാനാവാത്ത സ്വാധീനമാണുള്ളത്. ഭക്ഷണത്തിലും പാരമ്പര്യ വൈദ്യരംഗത്തും ആരാധനകളിലും മഞ്ഞൾ ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. മഞ്ഞൾ മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മഞ്ഞളിൻ്റെ ഔഷധ ഗുണം മുൻനിർത്തി അമിതമായി മഞ്ഞൾ ഉപയോഗിക്കുന്നവരും ചുരുക്കമല്ല. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് പുറമെ മഞ്ഞൾ കലക്കിയ പാലും മറ്റു ഉൽപ്പന്നങ്ങളും ധാരാളമായി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇത്തരത്തിൽ അമിതമായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. മഞ്ഞളിൻ്റെ അമിത ഉപഭോഗം മൂലമുണ്ടാകുന്ന ചില പാർശ്വഫലങ്ങൾ ഇവയൊക്കെയാണ്. മഞ്ഞളിൻ്റെ അമിത ഉപയോഗം മൂലം ഗുരുതരമായ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മഞ്ഞൾ ശരീരത്തിലെ പിത്തരസ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും. എന്നാൽ ദഹനത്തിനായി ഉണ്ടാവുന്ന ഈ ആസിഡോ അളവ് കൂടുന്നത് ഗ്യാസ്ട്രോ ഇസോഫേഷ്യൽ റിഫ്ലക്സ് എന്ന അസുഖമുണ്ടാക്കും. മഞ്ഞളിലെ ഓക്സലേറ്റുകൾ അമിതമായി ശരീരത്തിലെത്തുമ്പോൾ ശരീരത്തിലെ കാൽസ്യവുമായി പ്രവർത്തിച്ച് കാൽഷ്യം ഓക്സലേറ്റുകൾ ഉണ്ടാവും. ഇത് വൃക്കയിലെ കല്ലുകളായി മാറും. അമിതമായ മഞ്ഞൾ ഉപയോഗം ശരീരത്തിലെ രക്തം നേർത്തതാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻറ്റി ഓക്കോഗുലൻ്റ് മരുന്നുകൾ കഴിക്കുന്നവർക്കും ശസ്ത്രക്രിയയ്ക്ക് വിധേയരെയും ഇത് ഗുരുതരമായി ബാധിക്കും. ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് കുറയ്ക്കാനും മഞ്ഞൾ കാരണമാവാറുണ്ട്. മഞ്ഞളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ഇരുമ്പിൻ്റെ ആഗിരണത്തെ തടയുകയും ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് കുറച്ച് വിളർച്ചയുണ്ടാക്കുകയും ചെയ്യും. രക്തസമ്മർദ്ദം അമിതമായി കുറയാനും മഞ്ഞൾ കാരണമാവും. മഞ്ഞളിലെ കുർക്കുമിൻ അമിതമായി ശരീരത്തിലെത്തുന്നത് കടുത്ത തലവേദനയും തലകറക്കവും ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രതിദിനം 500 മുതൽ 2000 മില്ലിഗ്രാം വരെ മഞ്ഞൾ മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂവെന്നാണ് പഠനങ്ങൾ പറയുന്നത്.